നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് ഇഡ്ഡലിയാണെന്ന് കണ്ടതുകൊണ്ട് മാത്രമല്ലേ നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തത്. നിങ്ങൾ ഒട്ടും തന്നെ നിരാശപ്പെടുത്തില്ല കേട്ടോ. 100% സക്സസ് ആണെന്ന് തന്നെ പറയാം. ഇതിനായിട്ട് ഇഡ്ഡലി അരിയൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ സാബൂനരിയില്ലേ, ചവ്വരി, അത് ചേർക്കുന്നില്ല. ചോറോ അവിലോ ഒന്നും ചേർക്കുന്നില്ല. ഇത് പച്ചരി കേട്ടോ. 2 ഗ്ലാസ് പച്ചരി അളന്നെടുക്കുക. ഞാനിപ്പോൾ 2 ഗ്ലാസ് കണക്കായിട്ടാണ് പറയുന്നത്. പച്ചരി എത്രയാണോ എടുക്കുന്നത് അതിൽ 4/1 മാത്രമാണ് ഉഴുന്നിൻ്റെ ആവശ്യമുള്ളൂ. 4/1 എന്ന് പറഞ്ഞാൽ ഇപ്പം അരക്കണക്ക് വെച്ചാണെങ്കിൽ 1 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ 2 അരയായിരിക്കും. ഇപ്പോൾ 2 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ 4 അര ചേർന്നിട്ടായിരിക്കില്ലേ. അങ്ങനെയാണ് അര ഗ്ലാസ് ഉഴുന്നുന്ന രീതിയിൽ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളിപ്പോൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ 4 ആക്കിയിട്ട് മാറ്റിയിട്ട് അതിൽ ഒരു പാർട്ട് മാത്രമേ ഉഴുന്നെടുക്കേണ്ട ആവശ്യമുള്ളൂ. വളരെ കുറച്ചേ ഉള്ളൂ ചുരുക്കി പറഞ്ഞാൽ. അരിയിലേക്ക് 1/4 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കഴുകുക. അപ്പോൾ ഇത് ഒരുമിച്ചല്ല മിക്സ് ചെയ്യുന്നത്, സെപ്പറേറ്റ് ആയിട്ടാണ്. ആദ്യം ഉലുവ നന്നായിട്ട് കഴുകുക. വെള്ളം തെളിയുന്നത് വരെ കഴുകി അത് നന്നായിട്ട് വെള്ളം പോക്കിയതിന് ശേഷം നല്ല വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ പച്ചരിയും ഉലുവയില്ലേ അതും കഴുകുക. 4, 5, 6 വെള്ളത്തിൽ കഴുകിയാലേ അരിയൊക്കെ നമുക്ക് നല്ല ക്ലിയർ വെള്ളമാവും. അതുവരെ കഴുകിയിട്ട് അത് കളഞ്ഞ് പിന്നെ അതും നല്ല വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. ഒരു 3, 4 മണിക്കൂർ കുതിർത്ത് വയ്ക്കുക. അതിനുശേഷം അരയ്ക്കേണ്ട സമയമാവില്ലേ, ആ സമയത്ത് പുട്ടുപൊടി, ഇപ്പം വീട്ടിൽ പുട്ടുപൊടി ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ലല്ലോ, പുട്ടുപൊടി ഒരു 3 ടേബിൾ സ്പൂണാണ് എടുക്കേണ്ടത്. അതെടുത്തിട്ട് നമ്മൾ പാപ്പകാച്ചോ എന്നൊക്കെ പറയില്ലേ, കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കുന്നത് പോലെ അങ്ങ് കുറുക്കിയെടുക്കുക. ഇതിൽ വെള്ളത്തിൻ്റെ അളവൊന്നുമില്ല. നമുക്ക് സാധാരണ ഒരു കുറുക്കുണ്ടാക്കാൻ എങ്ങനെയാണോ വെള്ളം ഒഴിക്കേണ്ടത് അതിനനുസരിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിങ്ങ് കുറുക്കിയെടുക്കുക. ഈ പുട്ടുപൊടി 3 ടേബിൾ സ്പൂണാണ്, ടീസ്പൂൺ അല്ല, അത് മറന്നു പോവണ്ട. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ കുറുക്കിയെടുക്കുന്നത് അരിയെ നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വരില്ലേ, ആ സമയത്താണ് കുറുക്കിയെടുക്കേണ്ടത്. നേരെ ഒരു ചൂട് വേണം. നല്ല തിളക്കുന്ന ചൂടിൽ നമുക്കിതിങ്ങനെ മിക്സിയിൽ അരക്കാൻ പറ്റില്ലല്ലോ, കാരണം മിക്സിയുടെ ജാറൊക്കെ പ്ലാസ്റ്റിക്കാണ്. അങ്ങനെ ചെയ്യരുത്. പക്ഷേ നേരെ ഒരു ചൂടുണ്ടാവണം. അപ്പോഴാണ് നമ്മൾ പറയുന്ന ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി നമ്മുടെ ആ ഒരു ഇഡ്ഡലിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഏതാണ്ട് കുറുകി വന്നിട്ടുണ്ട്. പിന്നെ കുറുകി ഇങ്ങനെ വെള്ളം ഇങ്ങനെ ടൈറ്റ് ആവുന്ന രീതിയിൽ നല്ല കുറുക്കിൽ പരുവത്തിൽ ആവണ്ട, ചെറിയ ലൂസ് തന്നെ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. കാരണം ചെറുതായിട്ട് തണിഞ്ഞ് വരുമ്പോൾ അതൊന്ന് കട്ടിയായിക്കോളും. നമ്മളിതിപ്പം അരയ്ക്കാനുള്ള പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വെള്ളത്തിൻ്റെ അളവൊന്നും ഇതിൽ പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അതിൻ്റെ പാകം ഞാൻ പറഞ്ഞുതരാം, ആ രീതിയിൽ ചെയ്താൽ മതി. പിന്നെ നമ്മൾ അരിയുടെ വെള്ളമില്ലേ അത് ഞാനിപ്പോൾ എടുക്കുന്നില്ല. അരി ഇങ്ങനെ അരിച്ചരിച്ചങ്ങ് ഇടുകയാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇതിപ്പോൾ പണ്ടേ ശീലിച്ചത് കൊണ്ട് ഇങ്ങനെ അരിച്ചിട്ടാണ് ഇടുക. ഇപ്പോഴത്തെ അരിയിൽ കല്ലൊന്നും ഉണ്ടാവില്ല, പക്ഷേ ശീലിച്ച് പോയതുകൊണ്ട് മാറ്റുന്നില്ല. അരിയുടെ വെള്ളം ഞാൻ അരക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നില്ല, ഇങ്ങനെ അങ്ങ് ഇടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങളിതിങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടാൽ മതി. നല്ല വെള്ളം ആണെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലിട്ടിട്ടും അരക്കാം കേട്ടോ. ഒരു കാര്യം മാത്രം നമ്മൾ അരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ആദ്യമേ കുറേ വെള്ളം ചേർത്തിട്ട് ഒരിക്കലും നമ്മൾ ഇഡ്ഡലിക്ക് അരയ്ക്കരുത്. ആവശ്യത്തിന് ഇത്തിരി വെള്ളം മാത്രം ചേർത്തിട്ട് അരച്ചിട്ട് പിന്നെ ആവശ്യത്തിന് കൂട്ടി കൂട്ടി എടുത്താൽ മതി. കാരണം ഇഡ്ഡലിയാണ്, ദോശ പോലെയല്ല. അധികം ലൂസായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നീട് നമ്മൾ റവയൊന്നും മിക്സ് ചെയ്താൽ കറക്റ്റ് ആ ഒരു രീതിയിലേക്ക് കിട്ടില്ല, അതിൻ്റെ റേഷ്യോ ഒക്കെ മാറിപ്പോവില്ലേ. പുട്ടുപൊടിയും എക്സ്ട്രാ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്ചർ കിട്ടില്ല. നമ്മൾ ആദ്യം പറഞ്ഞ പഞ്ഞി പോലെയൊന്നും കിട്ടില്ല. അപ്പോൾ ആ കറക്റ്റ് മെഷർമെൻറ്റിൽ നമ്മൾ അളന്ന് എടുത്തിട്ട് നമ്മൾ അരയ്ക്കുമ്പോൾ വെള്ളം കൂടി പോവരുത്. നമ്മൾ അരയ്ക്കുമ്പോൾ അരി കുതിർത്ത വെള്ളം ഒഴിവാക്കിയാലും ഉഴുന്ന് കുതിർത്ത വെള്ളം ഒഴിവാക്കരുത്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം. കാരണം ഈ ഉഴുന്നിൽ അതിൻ്റെ ഒരു കുതിർന്നിട്ടുള്ള സത്ത് ഉണ്ടാവും. അപ്പം അത് നമ്മൾ ഈ എളുപ്പത്തിൽ ഫെർമെൻ്റ് ആവാൻ നമുക്ക് ഉപകരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഈ വെള്ളം കളയരുതെന്ന് പറയുന്നത്. അരി കുതിർത്ത വെള്ളം കളഞ്ഞാലും ഉഴുന്ന് കുതിർത്ത വെള്ളം കളയരുത്. ഉപ്പ് ഞാൻ കല്ലുപ്പില്ലേ അതാണ് എടുക്കുന്നത്. അരക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർക്കാറുണ്ട്. കാരണം പതഞ്ഞു പൊങ്ങി പിറ്റേ ദിവസം രാവിലെ ചേർക്കുമ്പോൾ ആ പതയൊക്കെ ഇങ്ങനെ ഒന്ന് താണു പോകും നമ്മൾ ഇളക്കുന്ന സമയത്തെ. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് നമ്മൾ സെറ്റാക്കിയതിന് ശേഷം അരച്ച് കഴിഞ്ഞാൽ രാവിലെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പതഞ്ഞ് പൊങ്ങി വരുമ്പോൾ നമുക്ക് പിന്നീട് അത് കുത്തി ഇളക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഞാനത് ഉപ്പിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ചിലർ രാവിലെ ആയിരിക്കും ഉപ്പിടുക. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ. പിന്നെ ഇത് നമ്മൾ നമ്മുടെ ആ ഒരു ഉഴുന്ന് കുതിർത്ത വെള്ളവും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് അങ്ങ് അരയ്ക്കുന്നത്. പിന്നെ അരയ്ക്കുമ്പോൾ സെപ്പറേറ്റ് ഒന്നും അല്ല അരക്കുന്നത്, എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ആ ഉഴുന്ന് കുതിർത്ത വെള്ളവും കൂടെ ചേർത്ത് അങ്ങ് അരച്ചെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അപ്പോൾ
അപ്പം അതിൻ്റെ തിക്നെസ് കൺസിസ്റ്റൻസി ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതേപോലെ കിട്ടുന്ന രീതിയിലാണ് നമുക്ക് വെള്ളം വേണ്ടത്. അപ്പം ഞാനിപ്പം അരി ഇങ്ങനെ അരിച്ചിട്ട് അങ്ങനെ ഇടുമ്പോൾ അതിലെന്തായാലും വെള്ളത്തിൻ്റെ അംശമുണ്ട്. കാരണം അരിപ്പയിലൊന്നും ഡ്രെയിൻ ചെയ്തിട്ടൊന്നുമല്ല ഇതിലിട്ടത്. അപ്പോൾ ഇത്തിരി ആ വെള്ളം ഉണ്ടാവും, പിന്നെ നമ്മുടെ ഉഴുന്നിൻ്റെ വെള്ളമുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്താൽ മതി. പക്ഷെ അതിപ്പം ചേർക്കരുത്, കാരണം നമുക്ക് ഇനി ഒരു കാര്യവും കൂടെ ചേർക്കാനുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, കുറുക്കും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടെ ജസ്റ്റ് കറക്കിയെടുക്കുക. അപ്പോൾ ആ കുറുക്ക് നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ ഉള്ളതല്ല, കുറച്ചും കൂടെ കട്ടിയായിട്ടുണ്ട്. അപ്പം അത് ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ കറക്കുമ്പം തന്നെ അതങ്ങ് എല്ലാവരുടെയും യോജിച്ച് വരും. ആ അരിയുടെ തരി ഒന്നും ഇങ്ങനെ നന്നായിട്ട് അരയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഇതുപോലെ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മുടെ കൈ എന്തായാലും വൃത്തിയായിരിക്കുമല്ലോ, നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കൈ കൊണ്ട് 1-2 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ ആറ്റി ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഇത് ഞാനിപ്പോൾ കാണിക്കുന്നത് ആ തരിയാണ്, ചെറുതായിട്ട് ആ തരി ഉണ്ടാവണം. ആ തരി എന്ന് പറയുന്നത് മെയിനായിട്ട് വരുന്നത് നമ്മുടെ ആ കുറുക്കില്ലേ, പുട്ടുപൊടി, അതിൻ്റെ തരിയാണ്. കാരണം അത് നന്നായിട്ട് അരയ്ക്കുന്നില്ല. അപ്പോൾ അത് ഇഡ്ഡലിയുടെ ആ ഒരു ടെക്സ്ചറിന് കറക്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മാത്രമേ ചേർക്കാവൂ, അല്ലെങ്കിൽ എക്സ്ട്രാ വെള്ളം കൂടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൽ വേറെ ഒന്നും നമ്മൾ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് മാത്രം വേണമെങ്കിൽ ചേർത്താൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിത് ചേർക്കേണ്ടി വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അരി ഇങ്ങനെ അരിച്ചരിച്ചിട്ടല്ലേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടത്. അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം വന്നിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ കുതിർത്ത വെള്ളമില്ലേ, ഉലുവയല്ല, ഉഴുന്ന് കുതിർത്ത വെള്ളമില്ലേ, ആ വെള്ളം വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ കുറുക്കിലെ വെള്ളവും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വെള്ളം എനിക്ക് കറക്റ്റാണ്. അപ്പോൾ കൂടുതലായിട്ട് ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1-2 മിനിറ്റ് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇളക്കണം. കാരണം നമ്മുടെ കയ്യിൽ ആ ബാക്ടീരിയ ഇതുമായിട്ട് സമ്പർക്കം മൂലമാണ് നന്നായിട്ട് പുളിക്കുന്നത്. ഇനി അത്ര പുളിപ്പ് വേണ്ടെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്തു കേട്ടോ, കൈകൊണ്ട് അങ്ങനെ ആറ്റേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാലും ഇത് പതഞ്ഞ് പൊങ്ങുന്നതിന് ഒരു കുറവും ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ, നമ്മൾ നേരിയ ചൂടോടുകൂടിയാണ് ആ കുറുക്ക് ഇതിലേക്ക് ചേർത്തത്. അപ്പം ആ ഒരു ചൂട് മാവിന് തട്ടിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു 8 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങും. ഇനിയിപ്പം അതല്ല, നിങ്ങൾക്കിപ്പം മാവിനിപ്പോൾ നല്ല തണിഞ്ഞു പോയെന്ന് വിചാരിക്കേ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള ചൂടുവെള്ളം ഉണ്ടാവില്ലേ, നമ്മൾ രാവിലത്തേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം തിളപ്പിച്ച് വെക്കില്ലേ, ആ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ ഇതുപോലെ റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ മാവ് അരച്ചിട്ട് വെച്ചാലും പിറ്റേ ദിവസം പതഞ്ഞ് പൊങ്ങും കേട്ടോ. ഒരു 8 മണിക്കൂർ കൊണ്ട് പതഞ്ഞ് പൊങ്ങി ചിലപ്പോൾ മറിയാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പം ഈ ഒരു പരുവത്തിൽ രാവിലെ ഞാനൊരു രാത്രി അരച്ച് വെച്ചിട്ട് ഒരു 7 മണി 8 മണിക്കാണ് ചുടുന്നതെങ്കിൽ എന്തായാലും പതഞ്ഞു പൊങ്ങും. ഈ പാത്രം എനിക്ക് മതിയാവില്ല. പക്ഷേ എൻ്റെ വിഷയം എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ പുലർച്ചെയാണ് പുട്ട് ചുട്ടത്. കാരണം എനിക്ക് അച്ഛൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ 4:45 അങ്ങനെയാണ് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഇഡ്ഡലി ചുടുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം ഇത് പതഞ്ഞ് മറിയുന്നതിന് മുന്നേ ഞാനിത് ചുടാനെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പാത്രം മാറ്റാതിരുന്നത്. നിങ്ങൾ കണ്ടല്ലോ, നന്നായിട്ട് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. പക്ഷേ മറിയാനുള്ള സമയം ആവണമെങ്കിൽ ഒരു 7 മണിക്കൂർ ആവണം, 7 മണി ആവണം. അപ്പോൾ നിങ്ങൾ 8 മണിക്കൂറാണ് ഇത് കുതിരാൻ വെക്കുന്നതെങ്കിൽ അടിയിൽ നല്ലൊരു പാത്രം വെച്ചോളൂ കേട്ടോ. കാരണം പതഞ്ഞ് മറിഞ്ഞാൽ ആ പാത്രത്തിലുള്ളത് നമുക്ക് ഇതിലേക്ക് എടുക്കാമല്ലോ. കണ്ടോ, ഇതിപ്പോൾ ഈ രീതിയിലാണ്. അപ്പോൾ ഇത് കണ്ടാൽ നമുക്കറിയാം നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ് കിട്ടുകയെന്ന്. കാരണം നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, സോപ്പ് പത പോലെ, അതായത് ഉള്ളിലുണ്ടാവില്ല, ഉള്ളിങ്ങനെ പൊള്ളയായ പോലെ അങ്ങനെയാണ് ഉണ്ടാവുക. ഇത് നല്ല സോപ്പ് പത തന്നെ ആ രീതിയിലേക്ക് ഇത് വരും. അധികം കുത്തി ഇളക്കി കഴിഞ്ഞാൽ ആ ഒരു പതയൊക്കെ അടങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഉപ്പ് ഈ സമയത്ത് ഇടാത്തത്. നമ്മൾ വീട്ടിൽ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റായിട്ടൊന്നിങ്ങ് ബ്ലെൻഡ് ചെയ്തിട്ട് വെക്കുന്ന തൊട്ട് മുന്നേയുള്ള ഒരു പരുവയില്ലേ, ആ പരുവാണിത് കറക്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടു തുടങ്ങാം. ഒന്നുമില്ല, ഇനിയിപ്പം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇഡ്ഡലി തട്ട് ചിലർ ആദ്യമായിട്ട് നമ്മൾ വെളിച്ചെണ്ണ തടവിയിട്ടൊക്കെ ഇഡ്ഡലി ചുടാറുണ്ട്. അങ്ങനെ തടവിയിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അതൊരു ടിപ്പാട്ടോ. പക്ഷേ ഞാനിങ്ങനെ വെളിച്ചെണ്ണ തടവിയിട്ടൊന്നുമല്ല ചെയ്യാറുള്ളത്. ഡയറക്റ്റായിട്ട് വെളിച്ചെണ്ണ തടവാതെ തന്നെ ആ മാവ് ഓരോ കള്ളിയിലും നിറച്ചിട്ട് വെക്കാറാണ്. പക്ഷേ എന്നാലും നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടും കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ചിലർ ഈ കൗണ്ടർ ടോപ്പിൽ നമ്മൾ ഈ തട്ട് വെച്ചിട്ട് മാവ് ഒഴിച്ചതിന് ശേഷം ഇതിൽ വെക്കാറുണ്ട്. പക്ഷേ എൻ്റെ അമ്മ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതായത് വെള്ളം ഒഴിച്ചതിന് ശേഷം അത് ചൂടാകുന്ന സമയത്ത് തട്ട് വെച്ചതിന് ശേഷം ആ തട്ടിലേക്ക് മാവ് ഒഴിക്കും. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ കൈ പൊള്ളുന്ന പ്രശ്നം വരില്ല. പിന്നെ ഗ്ലാസ്സിലാക്കിയിട്ട് ഒഴിച്ചാലും നമുക്ക് പെട്ടെന്ന് കഴിയും. പക്ഷേ പിന്നെയും ഗ്ലാസ്സിൽ മാറ്റി ഒഴിച്ച് അങ്ങനെ ഇങ്ങനെ കെട്ടുപോകണ്ട. അതുകൊണ്ട് ഞാൻ ആ ഒരു സ്പൂൺ കൊണ്ട് അങ്ങനെ അങ്ങ് ഒഴിക്കുകയാണ്. പിന്നെ ഇതിൽ 3 തട്ടുണ്ട്. പക്ഷേ നടുവിലുള്ള തട്ട് ഞാൻ സാധാരണ എടുക്കാറില്ല.
കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഇഡ്ഡലി പൊങ്ങി വരുമ്പോൾ ആ തട്ടിൻ്റെ പുറകിൽ തട്ടിയിട്ട് ആ മാവ് അതിൻ്റെ മുകളിൽ പറ്റിപ്പിടിക്കും. അതുകൊണ്ട് നടുവിലത്തെ ആ ഒരു തട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് വരുമല്ലോ, പൊങ്ങി വരാനുള്ള ഗ്യാപ്പ് വരുമല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ 2 തട്ട് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ 8 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ, അത് ഓരോരോ ഫ്ലെയിം അനുസരിച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇഡ്ഡലി സെറ്റായി കിട്ടും. അതിനിപ്പം മാറ്റിയിട്ട് തണിയാൻ വയ്ക്കുക. അപ്പോൾ ഇഡ്ഡലി ചൂടോടെ നമ്മൾ ആ തട്ടുന്ന എടുക്കുമ്പോഴാണ് അരികൊക്കെ ഇങ്ങനെ ചെതറുന്നത് മാതിരി അധികം വിട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നാറില്ലേ, അത് ചൂടോടെ ആവുന്നതുകൊണ്ടാണ്. പക്ഷേ തണിഞ്ഞിട്ട് അത് ചിലപ്പോൾ എനിക്കിപ്പം അത്രയ്ക്ക് തണിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെ എനിക്ക് പോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം തണിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല. പക്ഷേ അങ്ങനെയാണെങ്കിലും നമുക്ക് ഇത് വിട്ട് കിട്ടാൻ എളുപ്പമുണ്ട് കേട്ടോ. ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ, കുറച്ച് തണുത്ത വെള്ളം ഉണ്ടാവില്ലേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതൊന്നങ്ങ് കുടഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തണുത്ത് കിട്ടും. അതല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂട് മാറുമ്പോൾ തണുത്ത വെള്ളത്തിൽ നമ്മൾ സ്പൂൺ ഉണ്ടാവില്ലേ, സ്പൂണ് മുക്കിയിട്ട് അങ്ങനെ എടുത്ത് നോക്ക്. അങ്ങനെയാണെങ്കിലും നമുക്ക് എണ്ണയില്ലാതെ ഇങ്ങനെ മാവ് ഒഴിച്ചാലും പെട്ടെന്ന് ഇളക്കി കിട്ടും. അപ്പോൾ തണിഞ്ഞാലും നമ്മൾ തണുത്ത വെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം സ്പൂൺ തണുത്ത വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് അറ്റമൊന്നും ഇങ്ങനെ ഒരു വിള്ളൽ പോലെ ഇല്ലാതെ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു അറ്റം ഉണ്ടാവില്ലേ, നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള അറ്റം, ആ അറ്റം നമ്മുടെ ഇഡ്ഡലിക്ക് കിട്ടും. അപ്പോൾ കാണാൻ എന്തെന്നാന്ന് ഇതിലെല്ലാം വലിയ കാര്യമുണ്ടോ, അങ്ങ് കഴിക്കാമെന്നല്ലാതെ അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ നമ്മൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പെർഫെക്ഷൻ വേണമെങ്കിൽ, നല്ല സ്മൂത്തായിട്ടുള്ള അരികൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെ തണിഞ്ഞ് തണുത്ത വെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ആ സ്പൂണ് കൊണ്ട് നമ്മൾ എടുത്ത് മാറ്റിയാൽ മതി. എൻ്റെതിൽ അത്ര പെർഫെക്റ്റായിട്ട് വരാൻ പറ്റാത്തത് ആ ചൂടോടുകൂടി ഞാൻ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ തണിഞ്ഞതിന് ശേഷം തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് എടുത്താൽ മതി. ഈ ഒരു രീതിയിലായിരിക്കില്ല. നേരം വെളുത്തിട്ടാണ് ഞാനിത് കാണിക്കുന്നെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് അതിൻ്റെ ആ ഒരു ഉള്ളിലത്തെ വലക്കെട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ പുലർച്ചെ 4:45 എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ അത്ര നേരം വെളുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ റൂമിലുള്ള ലൈറ്റിൽ കാണിക്കുന്നത് കൊണ്ടാണ് ആ ടെക്സ്ചർ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവാത്തത്. അത്രയും പഞ്ഞിക്കെട്ട് പോലത്തെ ഇഡ്ഡലിയാണ് ഇത്. വൈകുന്നേരം ആയാലും ഇതേ സോഫ്റ്റ്നെസ്സിൽ, അതായത് നമുക്ക് പിന്നെ ഇങ്ങനെ ആവി കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഇതേ ഒരു സോഫ്റ്റ്നെസ്സിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അത്രയും ടേസ്റ്റ് എന്നല്ല പറയേണ്ടത്, അത്രയും സോഫ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ അധികം പുളിയും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉഴുന്നിൻ്റെ അളവ് കുറച്ചിട്ടില്ലേ ചെയ്തുന്നത്, അപ്പോൾ പുളി കുറവാണ്. പിന്നെയുള്ള പുളി എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ ഇട്ടിട്ടൊന്ന് ഇളക്കുന്നത് കൊണ്ട് കിട്ടുന്ന ആ ഒരു പുളിയുടെ ടേസ്റ്റ് എന്തായാലും ഉണ്ടാകും. ഞാൻ പറഞ്ഞില്ലേ പുളിപ്പ് കുറവാണ് വേണ്ടതെങ്കിൽ കൈ ഇട്ടിട്ട് അധികം നമ്മളിങ്ങനെ ഫെർമെൻ്റ് ആവാൻ വേണ്ടി വെക്കണ്ട. അല്ലാതെ താനേ അങ്ങ് ആ ഇളം ചൂട് കൊണ്ട് തന്നെ അങ്ങ് പൊങ്ങി വരുവാണെങ്കിൽ പുളി കുറയും. കാരണം ഉഴുന്നിൻ്റെ അളവ് കുറവായതുകൊണ്ട്. ഇഡ്ഡലി ശരിക്കും പൊങ്ങാത്തവരാണെങ്കിൽ എന്തായാലും നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യും. നല്ല സോഫ്റ്റ് പഞ്ഞിക്കെട്ട് പോലത്തെ ഇഡ്ഡലി എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് വീഡിയോസ് കാണും. ആകെ കൺഫ്യൂഷൻ ആയിരിക്കും ഇതിൽ ഏതാ ക്ലിക്ക് ചെയ്യേണ്ടത്. എങ്ങാനും ഈ ഒരു ചാനലാണ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കണ്ടതെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം നിങ്ങളെ സമയം വേസ്റ്റ് ആയിട്ടില്ല. ഈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 100% സക്സസ് ആവും. ഇതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യണേ, അതെനിക്ക് പറയേണ്ടി വരും. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയണേ. പിന്നെ ഇല്ലേ നമ്മുടെ ഈ ചാനലിൽ 57,000 ആളുകൾ അല്ലെങ്കിൽ 57,000 സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലിയിൽ അംഗങ്ങളായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഓരോരുത്തരുടെ അടുത്തും നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നെങ്കിലും അതൊരു 1 ലാഖിൽ എത്തുന്നു പ്രതീക്ഷിക്കുന്നു, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം. അപ്പം അങ്ങനെ എന്തെങ്കിലും അത് 1 ലക്ഷത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഗിവ് അവേ വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. ദൈവം സഹായിച്ചെല്ലാം നടക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരോടത്തും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുവാണേ. താങ്ക് യു.